പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള 20 ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. PSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. 20 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ദേവഭൂമിയിലൂടെ എന്ന പുസ്തകം ആരുടെ കൃതിയാണ്? ദേവഭൂമിയിലൂടെ എന്ന പുസ്തകം ആരുടെ കൃതിയാണ്? ഉത്തരം MK രാമചന്ദ്രൻ. ദേവഭൂമിയിലൂടെ എന്ന് പറയുന്ന പുസ്തകം MK രാമചന്ദ്രൻ്റെ കൃതിയാണ്. ഈ പുസ്തകത്തെ പറ്റി പരാമർശിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഉത്തരം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം. ഉത്തരം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ്. അടുത്ത ചോദ്യം, 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗം എന്ത് പേരിൽ അറിയപ്പെടുന്നു? 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഉപദ്വീപ്. അടുത്ത ചോദ്യം, ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത്? ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഉത്തരം പാമീർ പീഠഭൂമി. അടുത്ത ചോദ്യം, ഉത്തരപർവ്വത മേഖലയെ എത്രയായി തരംതിരിക്കാം? ഉത്തരപർവ്വത മേഖലയെ എത്രയായി തരംതിരിക്കാം? ഉത്തരം 3ആയിട്ട് തരംതിരിക്കാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിരകൾ, ഹിമാലയം എന്നിങ്ങനെ 3ആയിട്ട് ഉത്തരപർവ്വത മേഖലയെ തരംതിരിക്കാം. അടുത്ത ചോദ്യം, ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? ഉത്തരം 6000 മീറ്റർ. അടുത്ത ചോദ്യം, ഹിമാലയത്തിനെ എത്ര പർവ്വതനിരകളായിട്ട് തരംതിരിക്കാം? ഹിമാലയത്തിനെ എത്ര പർവ്വതനിരകളായിട്ട് തരംതിരിക്കാം? ഉത്തരം 3ആയിട്ട് തരംതിരിക്കാം. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിങ്ങനെ ഹിമാലയത്തിനെ തരംതിരിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, കിഴക്കൻ മലനിരകളുടെ മറ്റൊരു പേരെന്ത്? കിഴക്കൻ മലനിരകളുടെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം പൂർവാചൽ. അടുത്ത ചോദ്യം, ഹിമാദ്രിക്ക് തെക്കുഭാഗത്തായി കാണപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാദ്രിക്ക് തെക്കുഭാഗത്തായിട്ട് കാണപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഉത്തരം ഹിമാചൽ. ഹിമാദ്രിക്ക് തെക്കുഭാഗത്തായിട്ട് ഹിമാചൽ കാണപ്പെടുന്നു. ഹിമാചലിന് തെക്കുഭാഗത്തായിട്ട് സിവാലിക്കും. അടുത്ത ചോദ്യം, ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര ഏതു പേരിൽ അറിയപ്പെടുന്നു? ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ജമുന. അടുത്ത ചോദ്യം, സിന്ധുവിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? സിന്ധുവിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഉത്തരം ടിബറ്റിലെ മാനസ സരോവർ തടാകം. ടിബറ്റിലെ മാനസ സരോവർ തടാകമാണ് സിന്ധുവിൻ്റെ ഉത്ഭവസ്ഥാനം. അടുത്ത ചോദ്യം, പഞ്ചാബ് ഹരിയാന സമതല രൂപീകരണത്തിന് കാരണമായ നദികൾ ഏതൊക്കെ? പഞ്ചാബ് ഹരിയാന സമതല രൂപീകരണത്തിന് കാരണമായിട്ടുള്ള നദികൾ ഏതൊക്കെയാണ്? ഉത്തരം സിന്ധുവും പോഷക നദികളും. സിന്ധുവും പോഷക നദികളുമാണ് പഞ്ചാബ് ഹരിയാന സമതല രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത്. അടുത്ത ചോദ്യം, രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ രൂപീകരിക്കാൻ കാരണമായ നദികൾ ഏതൊക്കെ? അവിടെ ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സമരങ്ങളല്ല, സമതലങ്ങളാണ്. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള നദികൾ ഏതൊക്കെയാണ്? ഉത്തരം ലൂണിയും സരസ്വതി നദിയുമാണ് മരുസ്ഥലി രാജസ്ഥാൻ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന പ്രദേശം. ഉത്തരം ഉത്തര മഹാസമതലം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയിൽ. അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഗോദാവരി. അടുത്ത ചോദ്യം, കബനി, അമരാവതി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? കബനി, അമരാവതി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഉത്തരം കാവേരി. അടുത്ത ചോദ്യം, ജോഗ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ജോഗ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉത്തരം അമരാവതി.
അടുത്ത ചോദ്യം, കിഴക്കൻ തീരസമതലങ്ങളിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഈ പ്രസ്താവന ശരിയോ തെറ്റോ? കിഴക്കൻ തീരസമതലങ്ങളിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. കിഴക്കൻ തീരസമതലങ്ങളിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ കായലുകളും അഴിമുഖങ്ങളും രൂപീകരിക്കുന്നു. 20ാമത്തെ ചോദ്യം, ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എവിടെയാണ്? ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എവിടെയാണ്? ഉത്തരം കവരത്തി. 20 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകൾക്കായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.